കംപ്ലീറ്റ്നെസ്. എന്താണ് കംപ്ലീറ്റ്നെസ് എന്ന് നോക്കാം. അപ്പോൾ നമ്മളടുത്തൊരു എസ്റ്റിമേറ്റർ ടി ഉണ്ട് ഫോർ ദി പോപ്പുലേഷൻ ഹൂസ് PDF is fx theta. fx theta എന്ന് പറഞ്ഞ PDF ഉള്ളൊരു പോപ്പുലേഷനിലെ അൺനോൺ പാരാമീറ്റർ തീറ്റ, അതിനുള്ളൊരു എസ്റ്റിമേറ്റർ ആണ് ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ടിയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടി വിൽ ഡിപ്പെൻഡ്സ് ഓൺ തീറ്റ. ടി ഡിപ്പെൻഡ്സ് ഓൺ തീറ്റ. അപ്പോൾ തീറ്റ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ആർക്കുണ്ടാവുക? ഡിപ്പെൻഡ്സ് ഓൺ തീറ്റ. അപ്പോൾ അതിൻ്റെ PDF-നെ ഞാൻ ജി ഓഫ് ടി തീറ്റ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ജി ഓഫ് ടി തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്ററിൻ്റെ PDF ആണ്. അപ്പം നമ്മൾ എസ്റ്റിമേറ്റർ ഒരു കംപ്ലീറ്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് പറയുക, അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി എസ്റ്റിമേറ്റർ ഇസ് കംപ്ലീറ്റ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുകയെന്ന് വെച്ചാൽ ഇസ് സെറ്റ് ടു ബി കംപ്ലീറ്റ് ഇഫ് നമുക്ക് എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ എസ്റ്റിമേറ്ററിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ എസ്റ്റിമേറ്റർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എക്സ് ബാറിനെ മനസ്സിൽ വിചാരിക്കും. എക്സ് ബാറിനെ നമ്മൾ സാധാരണ എക്സ് ബാർ ഇസ് ആൻ എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ എക്സ് ബാർ ഇസ് കംപ്ലീറ്റ് ഫോർ തീറ്റ, അല്ലെങ്കിൽ എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇസ് കംപ്ലീറ്റ് ഫോർ തീറ്റ എപ്പോഴാണ് പറയുക? എക്സ് ബാറിൻ്റെ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ടിയുടെ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക എച്ച് ഓഫ് ടി. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് ടി, ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 almost surely. That is h of t is equal to 0 almost surely. ഈ ഓൾമോസ്റ്റ് ഷുവർലി പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പറയുക ഉദ്ദേശിക്കുന്നത്? എച്ച് ഓഫ് ടി 0 ആയിരിക്കും. ഓൾമോസ്റ്റ് ഷുവർലി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു 0. എച്ച് ഓഫ് ടി 0 ആവാനുള്ള പ്രോബബിലിറ്റി 1 ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് ഷുവർലി. അപ്പോൾ എപ്പോഴാണ് ഒരു എസ്റ്റിമേറ്ററിനെ, അല്ലെങ്കിൽ എസ്റ്റിമേറ്ററിനെക്കാട്ടും നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്ന ആ എസ്റ്റിമേറ്ററിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് അറിയുക കംപ്ലീറ്റ് എന്ന് പറയുക? ആ എസ്റ്റിമേറ്ററിൻ്റെ ഒരു ഫംഗ്ഷൻ എച്ച് ഓഫ് ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എച്ച് ഓഫ് ടി എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് ടി 0 ആവുകയാണെങ്കിൽ എച്ച് ഓഫ് ടി വിൽ ബി 0 ഓൾമോസ്റ്റ് ഷുവർലി. അതായത് എച്ച് ഓഫ് ടി 0 ആവാനുള്ള സാധ്യത എന്താണ്? 1 ആണ്. ഇതാണ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ആണ്. അതായത് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു എസ്റ്റിമേറ്ററിനെ കണ്ടുപിടിക്കുക എന്നതാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു എസ്റ്റിമേറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്. നല്ലൊരു എസ്റ്റിമേറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അൺബയസ്ഡ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, സഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോഴൊന്നും നമ്മൾ ഒരു എസ്റ്റിമേറ്റർ തന്നിട്ട് അത് എഫിഷ്യൻ്റ് ആണോ, സഫിഷ്യൻ്റ് ആണോ, അൺബയസ്ഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എസ്റ്റിമേറ്ററിനെ കണ്ടുപിടിക്കുക. മ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അൺനോൺ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആ എസ്റ്റിമേറ്റേഴ്സ് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാ എസ്റ്റിമേറ്റേഴ്സും അനുസരിക്കണമെന്നില്ല. അതിൽ കുറേ പ്രോപ്പർട്ടീസൊക്കെ അനുസരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഓരോ എസ്റ്റിമേറ്റേഴ്സിനെ കണ്ടുപിടിക്കുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷന് 4 മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് മെത്തേഡ് ഓഫ് മൂമെൻറ്റ്സ്, അടുത്തത് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്, അടുത്തത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ്. ഈ 4 മെത്തേഡുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് 2 മെത്തേഡുകൾ മാത്രമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് അതിൻ്റെ കൺസെപ്റ്റ് മാത്രം അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് 2 മെത്തേഡ്സാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു എസ്റ്റിമേറ്ററിനെ കണ്ടുപിടിക്കുന്നത് സാമ്പിൾ ഉപയോഗിച്ചിട്ട്. അപ്പം ആദ്യം നമ്മൾ നോക്കുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് മൂമെൻറ്റ്സ്. മൂമെൻറ്റ്സിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എസ്റ്റിമേറ്ററിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ ഉണ്ട്. പോപ്പുലേഷൻ്റെ PDF fx തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പാരാമീറ്റർ ആയിരിക്കില്ല, ഒന്നിലധികം പാരാമീറ്റേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ ആ പോപ്പുലേഷനിലുള്ള ഇപ്പോൾ k പാരാമീറ്റേഴ്സ് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. 2, 3, 4 പാരാമീറ്റേഴ്സ് നമുക്ക് അറിയില്ല, 1, 2, 3 ഏതെങ്കിലും അല്ലേ. അപ്പോൾ k പാരാമീറ്റേഴ്സ് അൺനോൺ ആണെങ്കിൽ നമ്മൾ മെത്തേഡ് ഓഫ് മൂമെൻറ്റ്സ് വെച്ചിട്ട് ഈ k പാരാമീറ്റേഴ്സിന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിന് പോപ്പുലേഷൻ്റെ മൂമെൻറ്റ്സ് ഉണ്ടല്ലോ, പോപ്പുലേഷൻ്റെ മൂമെൻറ്റ്സിനെ k പാരാമീറ്റേഴ്സ് ആണ് അൺനോൺ എങ്കിൽ പോപ്പുലേഷൻ്റെ
ഫസ്റ്റ് കെ മൊമെൻസിനെ, കെ പോപ്പുലേഷൻ മൊമെൻസിനെ നമ്മൾ സാമ്പിളിൻ്റെ ഫസ്റ്റ് കെ മൊമെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. ഫസ്റ്റ് കെ മൊമെൻസ് ഓഫ് ദി സാമ്പിളായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ നമുക്ക് അറിയാത്ത പാരാമീറ്റേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ പോപ്പുലേഷൻ മൊമെൻസ്, എന്താണ് സാമ്പിൾ മൊമെൻസ് അല്ലേ? പോപ്പുലേഷൻ മൊമെൻസിനെ നമ്മൾ മ്യൂ ആർ, നമ്മൾ റോ മൊമെൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ മൊമെൻസിനെ, ഇപ്പോൾ ആർത്ത് മൊമെൻറ്റ് ഞാൻ മ്യൂ ആർ ഡാഷ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ മ്യൂ ആർ മൊമെൻറ്റേഴ്സ് മ്യൂ ആർ ഡാഷസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ. അപ്പോൾ പോപ്പുലേഷൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ് എന്താണ്? ഫസ്റ്റ് മൊമെൻറ്റ് ഇസ് മ്യൂ 1 ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആയിരിക്കും. പോപ്പുലേഷൻ്റെ സെക്കൻഡ് മൊമെൻറ്റ് മ്യൂ 2 ഡാഷ് എന്തായിരിക്കും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആയിരിക്കും. മ്യൂ 3 ഡാഷ് തേർഡ് മൊമെൻറ്റ് വിൽ ബി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യൂബ്. അങ്ങനെയാണ് പോപ്പുലേഷൻ്റെ മൊമെൻറ്റ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് എക്സ് ആണ് ആര്? പോപ്പുലേഷൻ്റെ മൊമെൻറ്റ്സ്. അങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പിളിൻ്റെ മൊമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? സാമ്പിളിൻ്റെ മൊമെൻറ്റ്സിന് ഞാൻ ജനറലായിട്ട് ആർത്ത് മൊമെൻറ്റിന് ഞാൻ എം ആർ ഡാഷ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആർത്ത് റോ മൊമെൻറ്റ് ദറ്റ് ഈസ് 1/n summation I is equal to 1 to n xi raised to r. ഇതാണ് സാമ്പിൾ മൊമെൻറ്റ്സ്. അപ്പോൾ സാമ്പിളിൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? m1 ഡാഷ്, ദറ്റ് ഈസ് ഫസ്റ്റ് പവർ, എക്സൈയുടെ ഫസ്റ്റ് പവർ, സമ്മേഷൻ എക്സ് അല്ലേ? അത് എക്സ് ബാർ ആയിരിക്കും അല്ലേ? നമുക്കറിയാം 1/n സമ്മേഷൻ എക്സ് ഐ ഇസ് എക്സ് ബാർ. വാട്ട് ഈസ് m2 ഡാഷ്? സാമ്പിളിൻ്റെ സെക്കൻഡ് മൊമെൻറ്റ് m2 ഡാഷ് ഇസ് 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. അതുമാതിരി തേർഡ് മൊമെൻറ്റ് എന്തായിരിക്കും? m3 ഡാഷ് ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ എക്സ് ഐ ക്യൂബ്. അപ്പോൾ ഇതാണ് പോപ്പുലേഷൻ്റെ മൊമെൻറ്റ്സ്, ഇതാണ് സാമ്പിളിൻ്റെ മൊമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എത്ര പാരാമീറ്റേഴ്സാണ് അൺനോൺ എന്ന് നോക്കി. അപ്പോൾ ഒരൊറ്റ പാരാമീറ്ററേ അൺനോൺ ഉള്ളൂ എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പോപ്പുലേഷൻ്റെ ഫസ്റ്റ് മൊമെൻറ്റും സാമ്പിളിൻ്റെ ഫസ്റ്റ് മൊമെൻറ്റും ഇക്വേറ്റ് ചെയ്യും. ദറ്റ് ഈസ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക? പോപ്പുലേഷൻ്റെ പാരാമീറ്റർ കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പോൾ 2 പാരാമീറ്റേഴ്സാണ് പോപ്പുലേഷൻ്റെ അൺനോൺ എങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊമെൻറ്റ്സിനെ ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അതേമാതിരി സെക്കൻഡ് മൊമെൻറ്റ്സിനെയും ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 3 പേരെയാണ് അറിയാതെങ്കിൽ ഈ മൂന്നാമത്തേതും കൂടി ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു ടെക്നിക്കാണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സിൻ്റെ ടെക്നിക്ക്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ എസ്റ്റിമേറ്റർ ഓഫ് ദ പാരാമീറ്റർ പി ഓഫ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബി എം കോമ പി. ഇവിടെയൊക്കെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സാധാരണ നമ്മൾ പഠിച്ചത് ബി എൻ കോമ പി ആണ്. അപ്പോൾ ഇവിടെ സാമ്പിളൊക്കെ എടുക്കുമ്പോൾ സാമ്പിൾ സൈസ് എൻ അല്ലേ എടുക്കുന്നത്. അപ്പോൾ അതായിട്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബി എം കോമ പി എന്ന് പറയുന്നത്, യൂസിങ് ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് അല്ലേ? ബി എം പി എന്ന് പറഞ്ഞ എമ്മും പിയും പാരാമീറ്ററുള്ള ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്കുള്ളത്. അതിൽ ഏത് പാരാമീറ്ററാണ് അൺനോൺ എന്ന് പറഞ്ഞിട്ടുള്ള? ഒരു പാരാമീറ്ററേ അൺനോൺ ഉള്ളൂ അല്ലേ? പി ഈസ് അൺനോൺ എന്നാണ് തന്നിരിക്കുന്നത്. എമ്മിനെ പറ്റിയിട്ട് പറഞ്ഞില്ല, അതായത് എം അറിയുന്നതായിരിക്കും. അപ്പോൾ പി ഈസ് അൺനോൺ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള എസ്റ്റിമേറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു പാരാമീറ്റർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പോപ്പുലേഷൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ് അതിനെ നമ്മൾ സാമ്പിളിൻ്റെ ഫസ്റ്റ് മൊമെൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ദറ്റ് ഈസ് ഈക്വൽ ടു സാമ്പിളിൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ്. അങ്ങനെ ചെയ്താലാണ് ഒരൊറ്റ പാരാമീറ്ററിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ മ്യൂ 1 ഡാഷ് ദറ്റ് ഈസ് ഈക്വൽ ടു m1 ഡാഷ് എന്നാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് മ്യൂ 1 ഡാഷ്? നമ്മൾ പറഞ്ഞു അതിന് എക്സ്പെക്റ്റേഷൻ്റെ ടേംസിലാണ് എഴുതുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ആൻഡ് വാട്ട് ഈസ് m1 ഡാഷ്? അത് 1/n സിഗ്മ എക്സ് ഐ അല്ലേ? 1/n സമ്മേഷൻ എക്സ് ഐ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/n സിഗ്മ എക്സ് ഐ എന്ന് ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ വിച്ച് ഇസ് ഇറ്റ്സ് മീൻ? അപ്പോൾ നമ്മൾ എൻ പി പഠിച്ചപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീന് നമ്മൾ എൻ പി എന്നാണ് മീൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പാരാമീറ്റർ എമ്മും പിയും ആണ്. അപ്പം മീൻ എന്തായിരിക്കും? എം പി ആയിരിക്കും. അപ്പം എം പി ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n സിഗ്മ എക്സ് ഐ. 1/n സിഗ്മ എക്സ് ഐ എന്താണ്? നമുക്ക് അതിന് എക്സ് ബാർ എന്ന് എഴുതാം അല്ലേ? അപ്പം എം പി ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് എഴുതി. ഫോർ വാട്ട് ഇസ് പി? പി ഇസ് ഈക്വൽ ടു എക്സ് ബാർ ഡിവൈഡഡ് ബൈ എം. അത് പി എന്ന് നമ്മൾ ഡയറക്റ്റ് ഈക്വൽ ടു എന്ന് പറയുന്നത് പിയുടെ ഒരു എസ്റ്റിമേറ്റർ ആണല്ലോ കാണുന്നത്. അതുകൊണ്ട് ഞാനൊരു പി ക്യാപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പി ക്യാപ്പ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ ബൈ എം. അതായത് എക്സ് ബാർ ബൈ എം ഈസ് എൻ moment estimator
ഫോർ ദി പാരാമീറ്റർ പി. പാരാമീറ്റർ പിക്കുള്ള ഒരു മൊമെൻ്റ് എസ്റ്റിമേറ്റർ, മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു എസ്റ്റിമേറ്ററാണ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞു. ഇതാണ് മെത്തേഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദ മൊമെൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ തീറ്റ of the exponential distribution whose PDF is given by fx theta is equal to theta e raised to minus theta x. അപ്പോൾ ഇവിടെയും തീറ്റ എന്നാണ് നമ്മൾ അൺനോൺ പാരാമീറ്റർ. അപ്പോൾ ഒരു പാരാമീറ്ററേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഓരോ പാരാമീറ്റർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോപ്പുലേഷൻ്റെ ഫസ്റ്റ് മൊമെൻറ്റ് ദറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ദ സാമ്പിൾ. അതാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണത്. അതായത് μ1 ഇസ് ഈക്വൽ ടു m1 എന്ന് നമുക്കിവിടെ ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പം ഇവിടെ എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്? അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷനുകളുടെയൊക്കെ ഒരു മീനും വേരിയൻസും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം, കാണാതെ അറിഞ്ഞിരിക്കണം. അപ്പം ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും? ഇൻ്റഗ്രൽ ഓവർ എക്സ് അല്ലേ, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് ഓൾറെഡി നമുക്ക് അറിയണതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളൂ. 0 to ∞ എക്സ് ഇൻറ്റു തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു. ഇറ്റ് വാസ് 1/θ. ഇത് നമുക്ക് ഗാമ ഫംഗ്ഷനൊക്കെ ആയിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കണ്ടതാണ്. അപ്പം എക്സ്പൊണൻഷ്യലിൻ്റെ മീൻ ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് പാരാമീറ്ററുള്ള എക്സ്പൊണൻഷ്യലിൻ്റെ മീൻ എന്താണ്? 1/θ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം. അത് കണ്ടുപിടിക്കുക തന്നെ 1/θ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ആൻഡ് ദിസ് ഇസ് എക്സ് ബാർ. നമുക്കറിയാലോ അല്ലേ. നമുക്ക് തീറ്റയ്ക്കുള്ള പാരാമീറ്ററാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ വാട്ട് ഇസ് തീറ്റ? തീറ്റ ഇസ് ഈക്വൽ ടു 1/x ബാർ. തീറ്റ എന്ന് പറയേണ്ട, നമുക്കതിൻ്റെ എസ്റ്റിമേറ്റർ ആയിട്ട് തീറ്റ ക്യാപ്പ് എന്ന് പറയാം. അപ്പോൾ വാട്ട് ഈസ് ദ മൊമെൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ തീറ്റ? ദറ്റ് ഈസ് 1/x ബാർ. ഇങ്ങനെയാണ് മൊമെൻറ്റ് എസ്റ്റിമേറ്റർ കാണുന്നത്. അടുത്തത് നമ്മൾ വലിയ പോപ്പുലേഷൻ, നമ്മൾ നോർമൽ പോപ്പുലേഷനിലേക്കാണ് വരുന്നത്. എസ്റ്റിമേറ്റ് ദ പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ ഓഫ് ദ നോർമൽ പോപ്പുലേഷൻ എൻ മ്യൂ സിഗ്മ യൂസിങ് ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ എത്ര പാരാമീറ്റേഴ്സാണ് അൺനോൺ ആയിട്ടുള്ളത്? 2 പാരാമീറ്റേഴ്സാണ് ഇവിടെ അൺനോൺ ആയിട്ടുള്ളത്. അപ്പോൾ 2 പാരാമീറ്റേഴ്സ് അൺനോൺ ആകുമ്പം നമുക്ക് ഫസ്റ്റ് 2 മൊമെൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യണം അല്ലേ. പോപ്പുലേഷൻ്റെ μ1 ഇസ് ഈക്വൽ ടു m1 എന്നും കൊടുക്കണം, μ2 ഇസ് ഈക്വൽ ടു m2 എന്നും കൊടുത്തിട്ട് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊമെൻറ്റിനെ ആദ്യം ഇക്വേറ്റ് ചെയ്യണം. ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ദ പോപ്പുലേഷൻ μ1 ഇസ് ഈക്വൽ ടു m1. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/n സിഗ്മ xi അല്ലേ. എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്റ്റേഷൻ? ദറ്റ് ഈസ് മ്യൂ അല്ലേ. മ്യൂ ഇസ് ഈക്വൽ ടു എക്സ് ബാർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതി എന്താ? മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ. അതായത് മ്യൂ ക്യാപ്പിനുള്ള ഒരു പാരാമീറ്ററിനുള്ള എസ്റ്റിമേറ്റർ നമ്മൾ കണ്ടുപിടിച്ചു എക്സ് ബാർ എന്ന്. ഇനി അടുത്തതായിട്ട് ഞാൻ സെക്കൻഡ് മൊമെൻറ്റുകളെയാണ് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. μ2 ഇസ് ഈക്വൽ ടു m2. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അല്ലേ. വാട്ട് ഇസ് μ2? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു m2 1/n സമ്മേഷൻ xi സ്ക്വയർ ആണ്. എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻ കേസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? അത് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് അല്ലേ. പക്ഷേ നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് എന്താണെന്ന് അറിഞ്ഞൂടെ അല്ലേ. വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ് എന്നറിയാം. വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ്? നമ്മളൊക്കെ ഫോർമുല അറിയാം. ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് സിഗ്മ സ്ക്വയർ എന്നറിയാം. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മ്യൂ ആണ്. മ്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്നറിയാം. ഓർ ഇതിന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുകൂടെ? വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ? സിഗ്മ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതുന്നു? ദിസ് ഈസ് സിഗ്മ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ xi സ്ക്വയർ. ഓർ വാട്ട് ഈസ് സിഗ്മ സ്ക്വയർ? ദറ്റ് ഈസ് 1/n ഇൻറ്റു സമ്മേഷൻ xi സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ. പക്ഷെ മ്യൂ നമുക്ക് അറിയില്ല എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം മ്യൂവിൻ്റെ സ്ഥാനത്ത് ആര് എഴുതുന്നു? മ്യൂവിൻ്റെ എസ്റ്റിമേറ്റർ ആയിട്ടുള്ള എക്സ് ബാറിന് എഴുതുന്നു. അപ്പം മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇതെന്താ സാധനം? 1/n സമ്മേഷൻ xi സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇസ് എസ് സ്ക്വയർ. ഇതിനെ നമ്മൾ സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ എന്നാണ് പറയുക. അപ്പം പോപ്പുലേഷൻ വേരിയൻസിൻ്റെ മൊമെൻറ്റ് എസ്റ്റിമേറ്റർ ഇസ് സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ.
അത് മ്യൂവിൻ്റെ പോപ്പുലേഷൻ മീനിൻ്റെ മ്യൂ ക്യാപ്പ് ഇസ് എക്സ് ബാർ. ഇതാണ് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്.